പുതിയൊരു എല്ലാവർക്കും സാധാരണ അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു 6 ഇഞ്ച് വൂഫറാണ്. നമ്മൾ ബോക്സിലൊക്കെ ഫിറ്റ് ചെയ്യാനല്ല അങ്ങനെ ചെറിയ അങ്ങനത്തെ വൂഫറുകളൊക്കെയാണ്. ഇത് 6 ഇഞ്ച് വൂഫറാണ്. പാനാസോണിക്കിൻ്റെ ഗോൾഡ് സീരീസിൻ്റെ വൂഫറാണ്. നമ്മുടെ ഇത് അത്രയും ഒരു വൂഫർ ഇരിപ്പുണ്ട് 20 വാട്ട്സിൻ്റെ. അപ്പം അതും അതിൻ്റെ ഒപ്പം ഈ വൂഫറും കൂടെ നമ്മളിപ്പം മേടിച്ചതാണ്. ഇത് 40 വാട്ട്സിൻ്റെ ഒരു വൂഫറാണ്. നമ്മുടെ മാറ്റിയിരിക്കുന്നത് അത് 20 വാട്ട്സിൻ്റെയാണ്. ഞാൻ കാണിക്കാം. നമ്മൾ 40 വാട്ട്സിൻ്റെ ട്യൂട്ടറാണ്. പിന്നെ മയക്ട് സൈസ് കണ്ടില്ലേ, കാണാതെ വിചാരിക്കുന്നത് ആണ് എൻ്റെ മാഗ്നറ്റിൻ്റെ സൈസാണ്. 40 വാട്ട്സാണ് മാക്സിമം RMS വരുന്നത്. 4 ohms കൊടുക്കാം. ഒറ്റ പീസാണ്. നമ്മൾ ഒരെണ്ണമാണ് മേടിച്ചത്. ഇതിനാണ് നമ്മൾ 400 രൂപയാണ് സ്പീക്കറിൻ്റെ ഒരു വില. സ്പീക്കർ വിത്ത് ബോക്സ് ആകുമ്പോൾ ഒരു 500 അല്ലെങ്കിൽ ഒരു 600 രൂപ. ബോക്സും സ്പീക്കറും കൂടെ വരുമ്പോൾ ഒരു 600 രൂപ എങ്ങനെ ആവും ഒരു ബോക്സ് ഒരു സ്പീക്കർ വാങ്ങുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. അപ്പം ഇതൊക്കെ നമുക്കാണ് ചെറിയൊരു PA സിസ്റ്റം പോലെ ഉണ്ടാക്കാം, അല്ല അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഒരു PA സിസ്റ്റത്തിൻ്റെ ട്യൂട്ടർ അവിടെ ഇരിക്കുമ്പോൾ ഇതാണ് ആ ട്യൂട്ടർ. ഒരു ഡാപ്പിക്കിൻ്റെ ഒരു ട്യൂട്ടറാണ്. ഇത് നമ്മൾ ഒരു കൂട്ടുകാരൻ തന്നതാണ്, അജിത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ് നമുക്ക് ഈ ട്യൂട്ടർ തന്നത്. ഇത് ഡാപ്പിക്കിൻ്റെ നല്ല PA സിസ്റ്റത്തിൻ്റെ ട്യൂട്ടറാണ്. അപ്പം ഈ ട്യൂട്ടറും ഈ വൂഫറും കൂടെ നമ്മൾ വെച്ചൊരു PA സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനൊരു ബോക്സ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് സെറ്റ് ചെയ്യാൻ പോകണം. ഈ PA സിസ്റ്റം ഉണ്ടാക്കുന്നത് 40 വാട്ട്സിൻ്റെ വൂഫർ. ഇത് ഒരു 20 വാട്ട്സിൻ്റെ ഒരു ട്യൂട്ടറും നമുക്ക് നമ്മുടെ അഹൂജയുടെ SRX 250DX 220 ബോക്സുകളൊക്കെ നമുക്ക് ഈ ട്യൂട്ടർ ഇപ്പോൾ അഹൂജയുടെ സ്പീക്കർ 250DX 220DXൻ്റെ ബോക്സിൻ്റെ ട്യൂട്ടർ നമ്മളതിൻ്റെ അതിൽ നമുക്ക് ഈ ഡാപ്പിക്കിൻ്റെ അതിൽ നമ്മളൊരു ട്യൂട്ടർ വെച്ച് ഇതുപോലത്തെ ട്യൂട്ടർ വെച്ചാലും നല്ല വർക്കിംഗ് ആണ്. ഇതിപ്പോൾ നമുക്ക് അവൻ തന്നതാണ്. പിന്നെ നമ്മുടെ 40x40 കാണുന്നത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അതാണ് നല്ല പാക്കിങ്ങിലാണ് വരുന്നത്. നല്ല കട്ടിയുള്ള ബോക്സിലാണ് വരുന്നത്. നമ്മൾ ആ ബോക്സ് ഒന്ന് എടുക്കാനുണ്ട്. നമുക്ക് എടുക്കാം. അങ്ങനെ വൂഫർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കവർ വന്നിട്ട് സ്പീക്കർ എടുക്കാം. ഇതാണ് നമ്മുടെ സ്പീക്കർ. 40 വാട്ട്സിന് 6 ഇഞ്ച് 40 വാട്ട്സിൻ്റെ സ്പീക്കർ. 6 ഇഞ്ച് 20 വാട്ടിൻ്റെയും കിട്ടും, 40 വാട്ട്സിൻ്റെയും കിട്ടും. നമുക്ക് സബ് ഊഫറിൻ്റെ ബോക്സ് വെക്കാം, PA സിസ്റ്റം ബോക്സ് വെക്കാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ പേപ്പർ ബീഡിങ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പേപ്പറിങ് ആണ് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല റബ്ബർ ബീഡിങ് ഉള്ള സ്പീക്കറാണ്. അതിൻ്റെ ഇത് കണ്ടല്ലേ, ഈ ബീഡിങ് ഒക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒറിജിനലാണ്. അതിൻ്റെ ഡസ്റ്റ് ക്യാപ്പാണ്, നല്ല കട്ടിയുള്ളൊരു ഡസ്റ്റ് ക്യാപ്പാണ്. ഇതിൻ്റെ അകത്തെ സ്പൈഡർ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു സ്പൈഡറാണ് അത് വെച്ചിരിക്കുന്നത്. മാഗ്നറ്റിൻ്റെ സൈസ് വേണം, ഇച്ചിരി വലുതാണ്. നമ്മൾ 20 വാട്ടിൻ്റെതിനൊക്കെ അത്രയ്ക്കും വലിയ മാഗ്നറ്റ് ഉണ്ട്. ചെറിയ മാഗ്നറ്റേ ഉള്ളൂ. ഇന്നത് നല്ല മാഗ്നറ്റ് നമുക്ക് പിടിക്കുമ്പോഴേ അറിയാം. നല്ല വെയിറ്റും ഉണ്ട്. ഇതിന് 400 രൂപയാണ് വില വരുന്നത്. 300 രൂപയ്ക്കും 350 രൂപയ്ക്കും വൂഫർ കിട്ടും. 400 രൂപയുടെ മേടിച്ചാണ്. നമുക്ക് ഇതേപോലെ നമുക്കൊരു PA സിസ്റ്റമൊക്കെ ഇതുപോലെ തരണം. ഇതുപോലൊരു PA സിസ്റ്റമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ട്യൂട്ടറും നമുക്ക് വൂഫറും കൂടെ ഒന്ന് ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകാം. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകാം. നല്ല ക്വാളിറ്റിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.